വടകരയിലെ LDF സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് കെ രമ MLA. ഷാഫി പറമ്പിൽ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതെന്ന LDFന്റെ വാദം ശുദ്ധ അസംബന്ധമാണെന്നും രമ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ശൈലജയ്ക്കെതിരായ വ്യക്തിഹത്യ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. വടകര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണം അംഗീകരിക്കാനാകില്ലെന്ന് കെ രമ MLA. പൊതുയിടങ്ങളിലെ സ്ത്രീകൾ വലിയ തോതിൽ ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്. ഇവയെല്ലാം അവസാനിപ്പിക്കണം. ഇത്തരം സംഭവങ്ങളിൽ പോലീസ് യാതൊരു നടപടിയും എടുക്കുന്നില്ല. ഏത് സ്ത്രീകൾക്കെതിരെ ഇത്തരം സംഭവം നടന്നാലും അതിനെതിരെ ശബ്ദമുയർത്തും. മുൻപും ഇത്തരം സംഭവങ്ങളിൽ പ്രതികരിച്ചിരുന്നു. ഇത്തരം സംഭവങ്ങളിൽ സ്ത്രീകൾ നൽകുന്ന പരാതികളിൽ കാര്യമായ നടപടികൾ ഉണ്ടാവുന്നില്ലെന്നും ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നും രമ ആരോപിച്ചു. ടീച്ചർക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. ടീച്ചറുടെ ഈ ആരോപണത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ഇതൊക്കെ നേരിടുന്ന സ്ത്രീ സമൂഹം, അവിടെ ഒരു കക്ഷി രാഷ്ട്രീയവുമില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇത് ആരാണ് ചെയ്തത് എന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇത് കാലങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യമാണ്. പക്ഷെ ഈ ആവശ്യത്തിനൊപ്പം ഇതുവരെ ഇതുപോലെയുള്ള ഇന്നലെ ശ്രീമതി ടീച്ചറൊക്കെ വളരെ ശക്തമായി രംഗത്ത് വന്നത് കണ്ടു. സന്തോഷം. ഈ ഒരു വിഷയത്തിലെങ്കിലും അവർ അത്തരത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള ആളുകളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. കാരണം സ്ത്രീകൾ ഒന്നിച്ചു നിൽക്കേണ്ടതാണ്. പക്ഷെ ഇതുവരെ അത്തരത്തിലുള്ള ഒരു കാര്യം ഞങ്ങൾക്കാർക്കും കാണാൻ സാധിച്ചിട്ടില്ല. CPMന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ അതിക്രമങ്ങളെ ഈ ഒരു തരത്തിൽ ന്യായീകരിക്കുകയല്ലാതെ അതിനെതിരെ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടില്ല. അത് മാറണം. അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളിലേക്ക് പ്രചാരണം മാറുന്നു. പി മോഹനൻ ഈ വിഷയത്തിൽ പരാതി ഉന്നയിച്ചിട്ട് 20 ദിവസമായി. എന്നിട്ട് പോലീസ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ശൈലജയ്ക്കെതിരായ വ്യക്തിഹത്യ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്. സ്ത്രീകൾ രാഷ്ട്രീയം പറയുമ്പോൾ അവരെ ലൈംഗികമായി അധിക്ഷേപിക്കുന്ന പ്രവർത്തനം ഉണ്ടാവരുത്. ഷാഫിയുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടായിട്ടില്ല. പ്രവർത്തകർ ഇത്തരം പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കില്ല. അതേസമയം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ അറിവോടെയാണ് സൈബർ ആക്രമണം എന്ന ആരോപണം അസംബന്ധമാണെന്നും രമ പറഞ്ഞു. UDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നോ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നോ അങ്ങനെയൊരു സമീപനം ഉണ്ടായിട്ടില്ല. ഇത്തരം ആരോപണങ്ങൾ പാനൂർ സ്ഫോടനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കുന്നതായും രമ കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ മത്സരമാണ് ഇവിടെ നടക്കുന്നതെന്നും അതിനെ അങ്ങനെ തന്നെ കാണുമെന്നും ഉമ്മ തോമസ് MLAയും കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, വടകര.